ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അച്യുതനാണെങ്കിൽ ആകെ വിഷമിച്ച് വളരെ ടെൻഷനായിട്ടൊക്കെ നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ അംബിക വരുന്നുണ്ട്. മനുഷ്യ, നിങ്ങൾ എന്താ കുറച്ച് ദിവസമല്ല ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തുറന്നു പറ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടേ. എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് കള്ളം പറയല്ലേ? എന്താ എന്താ കാര്യം? തുറന്നു പറ. അത് മനസ്സിൽ വല്ലാത്തൊരു ഭാരം പോലെ. എനിക്ക് മനസ്സിലായി. ഈ ഭാര്യ 22 വർഷം മുമ്പേ നിങ്ങൾ എടുത്തു വെച്ചതാണല്ലോ. അതൊന്നോർത്ത് ടെൻഷൻ ആവണ്ടേന്റെ അച്യുതേട്ടാ എന്ന് പറയുമ്പോഴേക്കും, അതല്ലടി, നമ്മുടെ മോള് നമ്മളെ വിട്ടു പോകുമെന്ന് ഒരു പേടി. അല്ല, അവൾ നമ്മളെ വിട്ട് എവിടെ പോകാനാണ്? അവൾ എവിടെയും പോവാൻ പോകുന്നില്ലേ? ഇത്രയും വർഷം നമ്മളുടെ കൂടെ അവൾ ഉണ്ടായിരുന്നില്ലേ? പിന്നെ പെൺകുട്ടിയാണ്, കെട്ടിച്ചു വിടാനുള്ള പ്രായമായിട്ടുണ്ട്. അപ്പോൾ നാളെ സമയത്ത് കെട്ടിച്ചു വിടേണ്ടി വരും. അപ്പോഴും നിങ്ങൾ ഇതുപോലെ വിഷമിക്കോ? എടി, കെട്ടിച്ചിടുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അവൾ സന്തോഷമായിട്ട് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നത് കാണാനല്ലേ? അതിന് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും അവളെ അന്വേഷിച്ച് വരുമെന്നൊരു പേടി പോലെ. ദേ അച്യുതേട്ടാ, നിങ്ങൾ മനസ്സിൽ കൊള്ളുന്ന രീതിയിലൊന്നും പറയല്ലേ. എനിക്കതൊന്നും താങ്ങാൻ പറ്റില്ല. അതൊന്നും ഉണ്ടാവില്ല, അങ്ങനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് അവിടേക്ക് ഭൂമി വരുവാണ്. എന്താണ് രണ്ടുപേരും കൂടി ഒളിച്ചും പാത്ത് സംസാരിക്കുന്നത്? ഞാനും കൂടി കേൾക്കട്ടെ. എന്ത് കാര്യമാണ് അറിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്? ഞാനും കൂടി കേൾക്കട്ടെ എന്ന് പറയുമ്പോ, അതോ മോളെ, അതൊന്നുമില്ലടി, ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണല്ല. മോളത് എങ്ങോട്ടേക്കാ? അച്ഛാ, ഞാൻ ഒന്ന് പുറത്തു വരെ പോവാ. പിന്നെ ഈ ഇടയിട്ട് എനിക്ക് ചെറിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട് അച്ഛാ. അസുഖം? എന്തസുഖം? അതോ ഇടക്കിടക്ക് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. സ്വപ്നത്തിൽ കാണുന്നതൊക്കെയോ ആ സൗഭാഗ്യപുരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ ഒരു മോളെയും അമ്മയാണ് ഞാൻ കാണുന്നത്. എന്താന്നറിയില്ല. ആ സത്യൻ സാറ് അവരുടെ കഥ പറഞ്ഞേ പിന്നെ അങ്ങനെ തന്നെയാ. പാവ സത്യൻ സാറ് ഇപ്പോഴും മോളും ഭാര്യയും വരുമെന്നുള്ള ആ ഒരു കാത്തിരിപ്പില ഇപ്പോഴും കാലം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പാവല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് അച്യുതൻ പറയണ്ട, മോളെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല ഒന്ന് ഊരി തന്നെ. അതെന്തിനാ വെച്ചാ, അതെ, എൻ്റെ ഒരു സുഹൃത്തിനെ ഇതേപോലത്തെ ഒരു മാല അയാളുടെ മോൾക്ക് പണിയണോന്ന്. അതിനാ. അച്ഛന്റെ ഏത് സുഹൃത്ത്? അതൊക്കെ ഉണ്ട്. മോളെ മാല ഒന്ന് താ, ഞാൻ പിന്നെ കൊണ്ടു തരാം. ശരി എന്ന് പറഞ്ഞിട്ട് ഭൂമി ആ മാല ഊരി അച്യുതന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരുന്നുണ്ട്. ഭൂമി അവിടുന്ന് പോകുന്നുണ്ട്. ആ മാല നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്യുതൻ. ഇനി ഈ മാല അവൾ ഇടണ്ട, കാരണം ആ മാല ഇട്ട് അവൾ ആരും തിരിച്ചറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അച്യുതൻ ആ മാല വാങ്ങിച്ചു വെച്ചേട്ടോ. പിന്നീട് നമ്മുടെ ഭൂമി നേരെ പോണത് ഒരു ട്രസ്റ്റിന്റെ ഒരു യൂണിറ്റിലേക്കാണ്. അവിടുത്തെ പുള്ളിക്കാരനെ പോയി കാണുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയണ്ട, സർ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്റെ അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായം ഭൂമി തന്റെ അപേക്ഷ ഞങ്ങൾ നോക്കിയായിരുന്നു, മുഴുവൻ വായിച്ചു. പിന്നെ അപേക്ഷയൊക്കെ തന്നു കഴിയുമ്പോൾ ഇവിടുത്തെ കുറച്ച് സംഘാടകരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സത്യസന്ധമായിട്ടുള്ള അപേക്ഷയാണോ, അവരെങ്ങനത്തെ രീതിയിലാണ് കഴിയണത് എന്നൊക്കെ രീതിയിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ടൊരു സംഭവം, അത് നിങ്ങളുടെ അവിടെ വന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പൊ ഭൂമിക്ക് ഒരു കോഫി ഷോപ്പ് നടത്തുവാണ് അല്ലേ? അതെ സർ. അപ്പോൾ കോഫി ഷോപ്പിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടെന്ന് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഇത്രയും രീതിയിൽ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ട്രസ്റ്റിൽ നിന്ന് സഹായം ഉണ്ടാവില്ല സർ. അതിൽ വലിയ കച്ചവടമൊന്നും ഇല്ല. ശരിയാ, ആളുകൾ വരുന്നുണ്ട് കോഫി കുടിക്കാനും ചായ കുടിക്കാനും. പക്ഷെ എനിക്ക് നല്ലൊരു എമൗണ്ട് ലോൺ ഉണ്ട് സർ. ആ ലോൺ കൊടുക്കാനുള്ള പൈസയും പിന്നെ അത്യാവശ്യം വീട്ടു ചെലവിന് 10, 2, 3 രൂപയോ മാത്രമേ കയ്യിലുള്ളൂ. വേറെ ഒന്നും ഇല്ല സർ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ വരുമാനമുള്ള ഒരാൾക്ക് ഈ ട്രസ്റ്റിൽ നിന്ന് സഹായം കിട്ടാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അപേക്ഷ തിരിച്ചു കൊടുക്കുക. സാരില്ല സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. നേരെ പോണത് ഒരു സർക്കാരിന്റെ ഒരു വീട്ടിലേക്കാണ്. സർക്കാരുടെ ഒരു തലപ്പന്റെ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തുന്ന ഭൂമി അവിടെ 2-3 നേതാക്കന്മാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആരാ? എന്താ കാര്യം? എനിക്ക് സാറിനൊന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു അച്ഛന്റെ ചികിത്സക്ക് വേണ്ടി സഹായത്തിന് ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ധനസഹായം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിനു വേണ്ടി അപേക്ഷിക്കാനായിട്ട്. നിങ്ങൾ ഏത് പാർട്ടിക്കാരാ? നിങ്ങൾ ഇലക്ഷൻ വരുമ്പോ ആർക്കാ വോട്ട് ചെയ്യുന്നത്? സർ, അതൊന്നും ആർക്കും പറയാൻ പാടുള്ള കാര്യമല്ലേ? അതൊക്കെ ഒരു പൗരന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ? അതൊക്കെ എന്തിനാ സർ അറിയണത്? അതറിയണം. ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അറിയണ്ടേ? അല്ല, നിങ്ങളുടെ വീട്ടിൽ എത്ര വോട്ടുണ്ട്? സർ, ഞാൻ, എന്റെ അമ്മ, എന്റെ അച്ഛൻ. എപ്പോ നിങ്ങൾ വേറെ പാർട്ടിക്കാരാണ്, അപ്പൊ ഞങ്ങളുടെ സഹായം ഇല്ല. എന്തൊക്കെ സാർ ഈ പറയണത്? വർഷങ്ങൾക്ക് മുമ്പ് ആഗസ്റ്റ് 15-ന് ഒരു മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നു. എല്ലാവരും ഒരുപോലെ ആവണമെന്ന മഹാൻ പറഞ്ഞത്. പക്ഷേ ആ മഹാൻ പറഞ്ഞ വാക്ക് നമ്മൾ ആ ഒരു ദിവസം രാത്രി മാത്രമേ ചില ആൾക്കാർ കേട്ടുള്ളൂ. പണമുള്ളവരും അതുപോലെ തന്നെ ഈ നീതി ന്യായവും നടപ്പാക്കേണ്ടവരും പിന്നെ രാഷ്ട്രീയക്കാരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസയും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരു പൈസയും കാര്യങ്ങളും ഇറക്കുന്നില്ല. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവർ എന്താ സർ ചെയ്യേണ്ടത്? പാവപ്പെട്ടവരെ ഞങ്ങളുടെ കുഴപ്പമാണോ? പെണ്ണെ പൊയ്ക്ക് പോവാണ് സർ എന്ന് പറയുമ്പോഴേക്കും, നിന്റെ അച്ഛന് ഒരു ധനസഹായം ഇവിടെ നിന്ന് കിട്ടില്ല. നിന്റെ അച്ഛൻ ചത്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. സാർ എന്താ പറഞ്ഞത്? നിങ്ങളായോണ്ട് ഞാൻ ക്ഷമിച്ചു. വേറെ ആളുടെ മുഖം അടിച്ച് ഞാൻ പൊട്ടിച്ചാനെ എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് പോവാട്ടെ. എന്റെ അച്ഛനെ പറഞ്ഞാൽ നിങ്ങളുടെ മുഖമല്ല, നിങ്ങളുടെ തല അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് പോവാണ് ചെയ്യേണ്ടത്. ഭൂമിക്ക് വല്ലാത്ത വിഷമം കേട്ടോ, കാരണം ഒരു അടുത്തൊന്നും
സഹായം കിട്ടുന്നേ ഇല്ല ഭൂമിക്ക്. അതിനുശേഷം പിന്നീട് കാണിക്കണതാണെന്നുണ്ടെങ്കിൽ സൗഭാഗ്യപുരമാണ്. അവിടെ മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അമ്മേ ഭക്ഷണം കഴിക്കാം എന്ന് സംഗീത പറയുമ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. ഇത് കേട്ട് മാധവൻ പറയണ്ട, അമ്മയ്ക്ക് ആകെ ടെൻഷനാണ്. അഞ്ജന അങ്ങനെയൊക്കെ ചെയ്തതിന് ടെൻഷൻ. അമ്മേ അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പത്തെ ന്യൂജൻ പിള്ളേരല്ലേ അമ്മേ. അത് മാത്രല്ല പിന്നെ പുറത്തു പോയി പഠിച്ച കുട്ടിയും, അതുകൊണ്ടിട്ടായിരിക്കും. സംഗീതേ നീ ഒരു 5000 രൂപ എടുത്തിട്ടെ മാധവനെ കൊടുത്തേ. എന്തിനാമേ എൻ്റെ അടുത്ത് 5000 രൂപയുണ്ട്. അല്ല നീ കുടിക്കുന്നവരെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ടല്ലോ, അപ്പൊ നിനക്ക് കുറച്ച് കുപ്പി വാങ്ങിച്ചു തരാം. അയ്യോ അമ്മേ ഞാൻ കുടിക്കാറില്ല, നമുക്കറിയാലോ. കുടിക്കാറില്ല, പക്ഷെ കുടിക്കുന്നവരെ നീ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അതോ ഒരുപോലെ തന്നെയാണ്. എന്നാലും എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അജയായിട്ടുള്ള വിവാഹം എനിക്കൊന്നും കൂടി ആലോചിക്കേണ്ടി വരും. സംഗീത പറയണ്ട്, അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ വിവാഹ നിശ്ചയം വേണ്ടതൊന്നും വെക്കണ്ട, കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് മുത്തശ്ശിയും പറയണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ അവിടുത്തെ വേലക്കാരത്തി ചേച്ചി ചായ ആയിട്ട് വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല അവരെവിടെ? അവള് അഞ്ജനയും അതുപോലെ തന്നെ അവളുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അവരുടെ കൂടെ എവിടെ പോയെന്ന് അറിയില്ല. എവിടെ പോയെന്ന് അറിയില്ലെന്നോ? അവർ ഈ വീട്ടിലില്ലേ? ഇല്ല, രാവിലെ പോയതാ, ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് പറയാണ്. ഭവാനി അഞ്ജന ഇത് എവിടെ പോയി എന്ന് മുത്തശ്ശി ആലോചിച്ചുകൊണ്ടിരിക്കും. മുത്തശ്ശിയുടെ മൊബൈലിലേക്ക് ഒരു കോള് വരുവാണ്. അമ്പലത്തിലെ പൂജാരിയായിട്ട് വിളിക്കുന്നത്. ഹലോ മുത്തശ്ശി, ഞാൻ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് വിളിക്കുന്നത്. പൂജാരി പറ. അതെ, നിങ്ങളുടെ കൊച്ചുമകള് ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടി 30 പ്രാവശ്യം ഇവിടെ പ്രദക്ഷിണം വെച്ചു. കുട്ടി ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ആര്? അഞ്ജനയോ? അതെ. പിന്നെ അത് മാത്രല്ല കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോ അവളുടെ അമ്മ ഭവാനി ഇല്ലേ അവിടെ? മേഡം ഉണ്ട്. മേഡം പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല കുട്ടി. മുത്തശ്ശി വരാവോ? ഒന്നോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചോ? ശരി, ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാം. അതെ, പെട്ടെന്ന് വണ്ടി എടുക്ക് മോനെ. അജയ് വേഗം വണ്ടി എടുക്ക് എന്ന് പറയണം. അങ്ങനെ അവർ വേഗം തന്നെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അമ്പലത്തിൽ വരുമ്പോ തന്നെ അവിടെ ഭവാനി കണ്ടോണ്ടിരിക്കുകയാണ്. ഭവാനി വേഗം അമ്മയെടുത്ത് പറഞ്ഞ, അമ്മേ എന്റെ മോളുടെ അവസ്ഥ കണ്ടു, ഞാൻ പറഞ്ഞിട്ട് ഒന്നും അവള് കേൾക്കുന്നില്ല. മുത്തശ്ശിയെടുത്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറ്റബോധത്തിൽ എന്റെ കുഞ്ഞ് കയ്യിൽ കർപ്പൂരം കത്തിക്കാൻ വേണ്ടി പോവാ. എനിക്ക് വേറെ ആരുമില്ല അമ്മേ, അവളെങ്ങാനും നഷ്ടപ്പെട്ട ഞാൻ ജീവനോട് ഇരിക്കില്ല. നീ സമാധാനിക്കുക ഭവാനി. അവളെവിടെ? അവള് തിരുനടയിലുണ്ട് എന്ന് പറയണം. അവിടെ പോകുമ്പോഴേക്കും നമ്മുടെ അഞ്ജന കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കാട്ടോ. അത് കണ്ടുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് അഞ്ജനയുടെ കയ്യിലെ കർപ്പൂരം തട്ടിക്കളയാണ്. എന്താ മോളി കാണിക്കണത്? ഈശ്വര, കൈ നന്നായിട്ട് പൊള്ളിയല്ലോ. സംഗീത പറഞ്ഞ, അമ്മേ ഇത് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. എന്തിനാ മോളെ, എന്തിനാ നീ ഇത് ചെയ്തത്? മുത്തശ്ശിയെ ഞാൻ വേദനിപ്പിച്ചു. എന്റെ എല്ലാമാ മുത്തശ്ശി പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ലല്ലോ. മുത്തശ്ശി ഞാൻ വേദനിപ്പിച്ചു, അതുകൊണ്ടാണ് മുത്തശ്ശി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് ചെയ്യണം, കർപ്പൂരം കത്തിക്കണം, എന്റെ 2 കയ്യിലും കർപ്പൂരം കത്തിക്കണം മുത്തശ്ശി. മോളെ വേണ്ട മോളെ അങ്ങനെ ചെയ്യല്ലേ. എല്ലാം മോളെ ശരിക്കും ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് മാധവൻ ചോദിക്കുമ്പോ അഞ്ജന പറയണ്ട, അത് പൂജക്ക് ഞാൻ 2-3 സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു. പൂജ കഴിയാനായപ്പോഴാണ് അവര് വന്നത്. പൂജക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ട വെച്ചിട്ട് ഞാൻ അവരെ മുകളിൽ എന്റെ റൂമിൽ കൊണ്ടേ ഇരുത്തി. അതിനുശേഷം അവര് മദ്യപിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കൊക്കക്കോളയാന്ന് പറഞ്ഞ് മദ്യം ഒഴിച്ചു തന്നു. ഞാൻ അത് കുടിച്ചു. ശരിക്കും അത് മദ്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മുത്തശ്ശി. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശി. ഈ കൊച്ചുമോള് ഡൽഹിയിലായിരുന്ന സമയത്ത് മദ്യം കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കാരണം ഞാൻ എന്റെ മുത്തശ്ശീനെ അനുകരിക്കുന്ന കൊച്ചുമോള. അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ശരി, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മോളെ. ഭവാനി, നീ മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭവാനി അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും അജയ് എന്നെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശി മോനും കൂടെ വന്നേ, അഞ്ജനെ മോളിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് 2 പേരുടെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും ഒന്നിക്കേണ്ടവരാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഭവാനിക്കും അഞ്ജലിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ അജയ് പഴയ കാര്യങ്ങൾ ആലോചിക്കണം. മുമ്പ് സ്നേഹിച്ച പെണ്ണിനേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനുശേഷം ഭവാനിയും അഞ്ജലിയും കൂടി ഹോസ്പിറ്റലിൽ പോകാന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. എന്നിട്ട് അഞ്ജന പറഞ്ഞ, അമ്മേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണില്ലേ? ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകേണ്ടത്? കയ്യിലെ ഫേക്ക് സ്കിൻ എടുത്ത് മാറ്റിക്കേ എന്ന് പറയാണ്. അപ്പൊ അഞ്ജന വെറുതെ ഒരു തൊലി ഒട്ടിച്ചു വെച്ചേക്കാട്ടോ. അതിങ്ങനെ പറിച്ച് കളയാണ്. ഇത് വെച്ചതുകൊണ്ട് കൈ പൊള്ളിയില്ല. അല്ല ഇനിയിപ്പോ നമ്മൾ എവിടെയാ പോണത്? നമ്മുടെ പ്ലാൻ സക്സസ് ആയില്ലേ? സക്സസ് ആയി. അപ്പൊ അമ്മയുടെ വകന്ന് ചെലവ് നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് വയറ് നിറച്ചും ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവർ 2 കൂടി അങ്ങോട്ട് പോകാൻ പോകുമ്പോഴേക്കും അഞ്ജന പറഞ്ഞെന്നാലും അജയ് ഒരു പൊട്ടൻ തന്നെ, കയ്യില് ഈ ഫേക്ക് ആണ് വെച്ചെന്ന് അവന് പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നേട്ടോ. എന്തായാലും അജയ് കള്ളത്തരം കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ അഞ്ജന കയ്യിലെ സ്റ്റിക്കർ ഉണ്ടല്ലോ അവിടെ തന്നെയാണ് നിലത്ത് തന്നെയാണ് ഇടുന്നത്. അതെന്തായാലും അജയ് കണ്ടുപിടിക്കും, അതിലൊരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.